അവൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളുമായി ഇവര് പോലീസ് സ്റ്റേഷനിലേക്ക് പോയാൽ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയൂടി? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നേ? ഞാൻ ഇവക്ക് നന്നായിട്ട് മനസ്സിലാക്കി കൊടുത്തോളാം. ഇവളെ പോലെ ചെയ്യാൻ പോകുന്നത് പ്രസംഗിച്ച് നടക്കാനേ എനിക്ക് താല്പര്യമില്ല. ജാസ്മിനെ ഈ കുടുംബത്തിൽ പ്രതിഷ്ഠിക്കാൻ കച്ചകെട്ടി നടക്കുന്നവരല്ലേ. ഗാർഗിയോട് മുട്ടാൻ നിന്നാലേ നെറുകയില് തന്നെ അടി കിട്ടുമെന്നൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ആന്റി, എന്ത് പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും തിരിച്ചു പറയില്ലെന്നുള്ള ധൈര്യ. ചോറിവിടെയും കൂറവിടെ എന്നുള്ള രീതിയില് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ ആയില്ലേ? ഇപ്പോഴെങ്കിലും നിലക്ക് നിർത്തിയില്ലെങ്കിലേ പിന്നെ പിടിച്ചാ കിട്ടില്ല. എന്നെ നിലയ്ക്ക് നിർത്താനേ നീങ്ങി വാ, ഞാൻ കണ്ണു അടച്ചങ്ങ് നിന്നു തരാം. വിനയ്, നിന്റെ ഭാര്യയുടെ നെകളിപ്പ് കുറച്ച് കൂടുന്നുണ്ട്. അത് കുറച്ചില്ലെങ്കിൽ നാളെ നിന്റെ തലേ കയറിയിരുന്ന് അവൾ അട്ടഹസിക്കും. നീ ആരാ? പാർവതിയുടെ ഗുണ്ടയോ? അവളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അപ്പൊ മുഷ്ടി ചുരുട്ടി ചാടി വീഴും. അമ്മയോടും അങ്കിളിനോടും എന്നോടും എല്ലാം എന്ത് ധൈര്യത്തിലാണ് നീ ഒച്ചെടുക്കുന്നത്? തെറ്റ് കണ്ടാലേ ഗാർഗി റിയാക്ട് ചെയ്യും. അത് അമ്മയായാലും അങ്കിളായാലും ഭർത്താവായാലും ആരായാലും. അങ്ങനെയാണെങ്കിൽ പാർവതിക്ക് ഈ ജയ് വിളിച്ച് നീ കുറച്ചു ദിവസം കിടക്കവിടെ. അതോടെ നിന്റെ സൂക്കേട് മാറിക്കോളും. എന്നെ പൂട്ടിയിടാനല്ലേ നിങ്ങൾക്ക് കഴിയൂ? എന്റെ നാവ് പിഴുതറിയാനൊന്നും നിങ്ങൾക്ക് കഴിയില്ലല്ലോ. നിങ്ങളോ അമ്മയോ അങ്കിളോ ഒക്കെ ആ പാർവതിയോട് ചെയ്യുന്നത് ദുഷ്ടത്തരോ, തെമ്മാടിത്തരം. പൂട്ടിയിട്ടാലും ഗാർഗി ആ സത്യമൊക്കെ വിളിച്ചു പറയും. ഉറക്കം വിളിച്ചു പറയും. നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. മര്യാദ പഠിക്കേണ്ടത് ഞാനൊന്നുമല്ല, നിങ്ങളും നിങ്ങളുടെ അമ്മയോ അങ്കിളോ ഒക്കെയാ. നിങ്ങൾ മൂന്നൂരാ മര്യാദ പഠിക്കേണ്ട. ജാസ്മിനെ അവളുടെ കിഴങ്ങ ചേട്ടനെ കൂടെ പഠിപ്പിക്കും. ഗാർഗിയുടെ നാവടപ്പിക്കാനേ നിങ്ങളായിട്ടില്ല. അതിന് നിങ്ങൾ ഇനി വേറെ ജനിക്കണം. നീ ആരോടാണ് ഈ സംസാരിക്കാൻ? നിനക്ക് വല്ല ബോധമുണ്ടോ? നല്ല ബോധ്യമുണ്ട്. മറ്റുള്ളവരുടെ കയ്യിലുള്ളത് തട്ടിപ്പറിക്കാൻ നടക്കുന്ന എന്റെ ഭർത്താവിനോട്. ഇത്രയും വളർന്നിട്ടും അമ്മയുടെ സാരിത്തുമ്പിന്ന് പിടിവിടാത്ത മര്യാദയും മര്യാദ കേടും എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത ഒരു വിചിത്ര ജീവിയോട്. എന്നോട് ഒച്ച വേണ്ട. ഒച്ച വെച്ചാലേ നിങ്ങൾ തോറ്റു പോത്തേ ഉള്ളൂ. അറിയാം, അവളുടെ കൂടെ ചേർന്ന് ഞങ്ങളെ തോൽപ്പിക്കാൻ നടക്കാണല്ലോ നീ. ഞാൻ ആരെയും തോൽപ്പിക്കാൻ നടക്കുന്നുള്ളൊന്നും അല്ല. ഒരു തെറ്റും ചെയ്യാത്ത ആ പാവത്തിന് എല്ലാവരും കൂടെ ചേർന്ന് ചക്രശ്വാസം വലിപ്പിക്കുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കാണിക്കുന്ന ഒരു ഇത്തിരി ദയ, മനുഷ്യത്വം. നിങ്ങൾക്കത് മനസ്സിലാവാത്തത് അത് രണ്ടും തൊട്ട് തീണ്ടിയിട്ടില്ലാത്തതുകൊണ്ടാ. നീ അവളോട് ദയ കാണിക്കുന്നത് എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്. എവിടുന്നോ വലിഞ്ഞു കയറി വന്നവൾ ഈ കുടുംബത്തിലെ തറവാട്ടമ്മേ. ഉണ്ടായിരുന്നത് മുഴുവൻ അവൾക്ക്. എന്നിട്ട് അവളോട് മനുഷ്യത്വം കാണിക്കുന്ന നിന്നെ ഈ മുറിയിലിട്ട് പൂട്ടിയാൽ മാത്രം പോരാ, ഒരാഴ്ച പട്ടിണിക്കിടയും വേണം. ഇവിടെ ഉള്ളത് മുഴുവനും അവള് ചോദിച്ചോ? ഇല്ലല്ലോ, കൊടുത്തതല്ലേ. എല്ലാം അവളുടെ സ്വത്താണെന്ന് അറിഞ്ഞിട്ടും അതിന്റെ ഗർവോടെ എപ്പോഴെങ്കിലും അവള് നിങ്ങളോടൊക്കെ പെരുമാറിയിട്ടുണ്ടോ? നിങ്ങളെയൊക്കെ ചൊൽപ്പടിയിൽ നിർത്താനുള്ള കഴിവുണ്ടായിട്ടോ എല്ലാവരുടെ ആട്ടും തുപ്പും സഹിച്ച് അവള് മിണ്ടാതിരിക്കുന്നില്ലേ?
എന്നിട്ട് നിങ്ങൾക്കൊന്നും തൃപ്തിയാവുന്നില്ല. ഇനി അവളെ ജയിലിലാക്കുകയും കൂടെ വേണം. മനസാക്ഷിയുള്ള ആർക്കും അതൊന്നും സമ്മതിച്ചു തരാൻ കഴിയില്ല. എന്നെ പൂട്ടിയിട്ടാലും പട്ടിണി കിട്ടാലും ഞാൻ അതിന് സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആർക്ക് വേണോടി? അങ്ങനെ ഒരു ഗതികേട് എനിക്കുണ്ടാവുമ്പോ ഞാൻ നിന്റെ മുന്നിൽ വരാം. അതുവരെ നീ ഇവിടെ കിടന്ന് വിളിച്ചു കൂവിക്കോ. തൊണ്ട പൊട്ടുന്നവരെ വിളിച്ചു കൂവിക്കോ. നീ വിചാരിച്ചാലൊന്നും ഞങ്ങളൊരു ചുക്കും ചെയ്യാൻ കഴിയില്ലടി. നീ ഇങ്ങനെ എല്ലാം മറന്നുറങ്ങിയിട്ട് ദിവസങ്ങൾ എത്രയായിട്ടുണ്ടാവും? എനിക്കറിയാം, ജാസ്മിൻ നമ്മുടെ വീട്ടിൽ കയറി വന്നതിന് ശേഷം നീ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഉറങ്ങ. ഒരു യുദ്ധം ജയിച്ചതിന്റെ സന്തോഷത്തോടെ നീ ഉറങ്ങണം. നിന്നെ ഞാനും വിഷമിപ്പിച്ചിട്ടുണ്ട്. സോറി, 100,000 സോറി. എന്റെ അമ്മയ്ക്കും ഇതുപോലെ മുടിയുണ്ടായിരുന്നു. അതിനുശേഷം ഇത്രയും ഭംഗിയുള്ള മുടി ഞാൻ കാണുന്നത് നിന്നില്ല. സർ, അയ്യോ, എന്തിനാ എഴുന്നേക്കുന്നേ? വേണ്ട, ഉറങ്ങിക്കോ. നീ ഉറങ്ങുന്ന കാണാനേ നല്ല ചന്തോ. ഒരാൾ ഉറങ്ങുമ്പോ അയാളുടെ മനസ്സ് മുഖത്ത് പ്രതിഫലിക്കുമെന്ന. മനസ്സിലെ പ്രണയം, ദേഷ്യം, പരിഭവം ഒക്കെ ആ മുഖത്ത് തെളിയും. നിന്റെ മുഖത്തെ ഞാൻ കണ്ടത് എന്താന്ന് അറിയോ? എന്താ? നിലാവ് പുതച്ച് വെട്ടിത്തിളങ്ങി നിൽക്കുന്ന പൂർണ്ണചന്ദ്രനാണോ, അതോ ആകാശത്ത് പൂത്തു നിൽക്കുന്ന അരുന്ധതി നക്ഷത്രമാണോ എന്ന് ഞാൻ ആദ്യം സംശയിച്ചു. പക്ഷേ പിന്നീട് മനസ്സിലായി അതൊന്നും അല്ലാന്ന്. പിന്നെ ഒരു പിഞ്ചു കുഞ്ഞിന്റെ പാൽപുഞ്ചിരി. പിഞ്ചു കുഞ്ഞിന്റെ പാൽപുഞ്ചിരിയോ എന്റെ മുഖത്തോ? അത് എന്തുകൊണ്ടാണെന്നറിയോ? ഒരു കുഞ്ഞിന്റെ മനസ്സാ നിനക്ക്. കാണാനും ഒരു കുഞ്ഞിനെ പോലെ ആയിരുന്നെങ്കിൽ ഞാൻ നിന്നെ
എന്റെ കയ്യിലെടുത്തോണ്ട് നടന്നേനെ. ചുമലിൽ കിടത്തി താരാട്ട് പാടി ഉറക്കിയേനെ. കണ്ണെഴുതി തരികയും പൊട്ട് തൊട്ട് തരികയും ഒക്കെ ചെയ്യായിരുന്നു. നീ എന്താ ആലോചിക്കുന്നേ? വിശാൽ സാറ് എന്നെ ചുമലിൽ കിടത്തി താരാട്ട് പാടുന്നത്. ഞാൻ ഇത്രയും വളരണ്ടായിരുന്നു. ഇപ്പോഴും കുഞ്ഞായിട്ട് തന്നെ ഇരുന്നാ മതിയായിരുന്നു. വന്നേ. ഇരിക്ക. അയ്യോ, അപ്പോ വിശാൽ സാറിന് തണുക്കില്ലേ? ഷീറ്റ് എടുത്തോളൂ. ഏയ് വേണ്ട. വിദേശ രാജ്യങ്ങളിൽ പഠിച്ചു വളർന്ന എനിക്ക് ഈ തണുപ്പൊന്നും ഒരു തണുപ്പേ അല്ല. ഇത് ശീലമില്ലാത്തോണ്ട് നിനക്കാ ഇത് ആവശ്യം. നീ ഉറങ്ങിക്കോ. നേരം വെളുക്കാനേ ഇനിയും കുറേ സമയം ബാക്കിയുണ്ട്. ഗുഡ് നൈറ്റ്. ആരെങ്കിലും ഇതൊന്ന് തുറക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാനിത് ചവിട്ടി പൊളിക്കും. അമ്മേ, അച്ഛമ്മ, ആരെങ്കിലും ഒന്ന് തുറക്ക്. തുറന്നില്ലെങ്കിൽ അമ്മേ, എന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആ കണ്ണിച്ചോര ഇല്ലാത്തവനോട് പറഞ്ഞു കൊടുത്തേക്ക്. അയാളുടെ പീഡനം സഹിക്കാൻ വയ്യാന്ന് എഴുതി വെച്ച് ഞാൻ ഇവിടെ സൂയിസൈഡ് ചെയ്യാൻ പോവാന്ന്. അയാള് പിന്നെ ജയിലിൽ കിടക്കേണ്ടി വരും. ഞാൻ പറയുന്നത് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? തുറക്കാൻ. അമ്മേ, അച്ഛമ്മേ, ചെറിയമ്മ, ആരെങ്കിലും ഒന്ന് തുറക്ക്. തുറക്ക്. ഗാർഗി, ചെറിയമ്മേ. എന്താ? എവിടെ? എന്റെ ഭർത്താവെന്ന് പറഞ്ഞു നടക്കുന്ന ആ മനുഷ്യൻ എവിടെ? എന്താ മോളെ, ആരാ നിന്നെ അകത്താക്കി വാതിൽ പൂട്ടിയത്? വേറെ ആരാ? എന്റെ ഭർത്താവ് തന്നെയാ. അയാൾക്ക് ഞാനിന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഗാർഗി, ഓ, എന്തോ കഠിനാധ്വാനം ചെയ്തതുപോലെ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ. ആ റൂമിൽ കിടന്ന് ഞാനങ്ങ് ചത്തുപോകുമെന്ന് കരുതിയോ? എന്നെ കൊന്നാലൊന്നേ നിങ്ങൾ ജയിക്കാനൊന്നും പോകുന്നില്ല. കഴുത്തറുത്തിട്ടായാലും എഴുന്നേറ്റ് നിന്ന് തെറ്റ് തെറ്റാണെന്ന് വിളിച്ചു പറയൂ ഈ ഗാർഗി. അറിയാലോ നിങ്ങൾക്ക് എന്റെ സ്വഭാവം. എങ്ങനെ അറിയാനാ? ഭർത്താവാണെന്ന് പറഞ്ഞു നടന്നാ പോരാ, ഭാര്യയെ അറിയണം, ഭാര്യയെ മനസ്സിലാക്കണം. ഇത് രണ്ടും നിങ്ങളെ കൊണ്ട് നടക്കില്ല. നിന്നെ ആരടി തുറന്നു വിട്ടത്? ഞാനാ.
സത്യം വിളിച്ചു പറയുന്ന ആളെ പൂട്ടിയിടാനേ നിങ്ങക്ക് കഴിയൂ. പക്ഷേ സത്യം പറയുന്ന നാവിനെ പൂട്ടിയിടാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്കെന്നല്ല, ആർക്കും കഴിയില്ല. അത് തന്നെയാ വേണ്ടത് രാധികെ. സത്യം പറയണം, സത്യം മാത്രം പറയണം. നീ നിന്റെ മാനസപുത്രിയായിട്ട് എഴുന്നള്ളിച്ചു കൊണ്ടു നടക്കുന്ന പാർവതി തെറ്റ് ചെയ്താൽ അതും വിളിച്ചു പറയണം. പാർവതിയെ ഞാൻ എന്റെ മാനസപുത്രിയായിട്ടൊന്നും കാണുന്നില്ല. പക്ഷേ അവളെ ഈ കുടുംബത്തിലെ മരുമകളായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. ആ സ്ഥാനത്തിന്റെ മാന്യത ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. ആ, അവള് തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് സമ്മതിക്കാൻ എനിക്ക് മടിയൊന്നുമില്ല. അധികാരം ഉണ്ടായിട്ടും നിങ്ങളെ ആരെയും നിലയ്ക്ക് നിർത്താൻ അവള് ശ്രമിച്ചില്ല. അത് അവള് ചെയ്ത ആദ്യത്തെ തെറ്റ്. ജാസ്മിന്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കിയിട്ടും പാർവതി അവളെ ചവിട്ടി പുറത്താക്കിയില്ല. അതവള് ചെയ്ത രണ്ടാമത്തെ തെറ്റ്. പാർവതി ചവിട്ടി പുറത്താക്കിയില്ലെങ്കിൽ എന്താ, ദൈവം തന്നെ ജാസ്മിനെ ചവിട്ടി പുറത്താക്കിയില്ലേ? പാർവതിയെ തോൽപ്പിച്ചു എന്നുള്ള അഹങ്കാരത്തോടെ, ആ മനോഭാവത്തോടെ ചെന്ന് നിന്നതാ. അഹങ്കാരത്തിന്റെ നെറുകയില് തന്നെ ദൈവം ആഞ്ഞടിച്ചു. കണ്ണീന്ന് പൊന്നീച്ച പറഞ്ഞതുപോലെ ഇവൾ അന്തം വിട്ട് നിൽക്കുന്ന ആ കാഴ്ച എന്റെ കണ്ണിൽ ഇപ്പോഴും ഉണ്ട്. ദീ, ഒച്ചയൊന്നും വെക്കണ്ട, ഞാൻ പറയും. എന്നെ പൂട്ടിയിട്ടാലും വെട്ടിക്കൊന്നാലും പറയാനുള്ളത് മുഴുവനും ഞാൻ പറയും. വിശാൽ ബ്രോ മണ്ഡപത്തിൽ കണ്ടതേ ഗായത്രി അമ്മയൊന്നും അല്ല. ഗായത്രി അമ്മയുടെ രൂപത്തില് ദൈവമാ വന്ന് നിന്നത്. നീ ഒരു 100 കൊല്ലം തപസ്സിരുന്നാലും പാർവതിയുടെ സ്ഥാനം പിടിച്ചെടുക്കാൻ നിനക്ക് കഴിയില്ല ജാസ്മിൻ. ദൈവം അതൊന്നും അനുവദിക്കില്ല. എടീ, ദേഹത്ത് കൈവച്ചുള്ള കളിയൊന്നും വേണ്ട പ്രഭാവതി. ഗാർഗി പറഞ്ഞതില് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. എന്റെ മകന്റെ ഭാര്യയെ ഞാൻ തല്ലും. തടുക്കാൻ നിനക്കെന്താ അധികാരം? അനാവശ്യമായിട്ട് ഒരാളെ തല്ലുന്നത് കാണുമ്പോ തടയാൻ അധികാരമൊന്നും വേണ്ട. മനസാക്ഷി മാത്രം മതി. ആന്റി വേണ്ട. ഗാർഗി എന്നെയല്ലേ പറഞ്ഞത്? അതിനുള്ള മറുപടി ഞാൻ തന്നെ കൊടുത്തോളാം. നീ എന്താ പറഞ്ഞത്? പാർവതിയുടെ സ്ഥാനം പിടിച്ചെടുക്കാൻ എനിക്ക് കഴിയില്ലാന്ന് അല്ലേ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവളുടെ സ്ഥാനം ഇവിടുത്തെ അടുക്കളയില. ആ സ്ഥാനം എനിക്ക് വേണ്ട. അടുക്കള ജോലിക്കാരിയായിട്ട് വാഴാനൊന്നും അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്.